ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സുകളെയും ഒക്കെ കീറി മുറിച്ചൊരു സംഭവമായിരുന്നു 1992 ബാബറി മസ്ജിദിൻ്റെ ഡിമോളിഷനും പിന്നീടുള്ള അയോധ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര നിർമ്മാണവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു വിധിയുമൊക്കെ തന്നെ. ആ വിധി പലപ്പോഴും അവിടെ നേരത്തെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് കോടതി പറഞ്ഞെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു പരിഹാര നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടന്നൊരു വിധിയാണ് അന്ന് സംഭവിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരു അവസരത്തിലാണ് ഇന്നലെ ഞാൻ സംഭൽ എന്ന് പറയുന്ന അവിടുത്തെ ജുമാ മസ്ജിദ്, അതായത് ഏതാണ്ട് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് പണിതിട്ടുള്ള ഒരു സംഭൽ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടെ വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആരാധനാലയമായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞൊരു വിവാദമുണ്ടാവുകയും നമ്മുടെ കോടതി അതിന് സർവേക്ക് വേണ്ടി അനുമതി കൊടുക്കുകയും സർവേക്ക് വേണ്ടി നിരവധി ആളുകൾ ചെന്നപ്പോൾ അവിടെ വലിയ കലാപമുണ്ടാവുകയും 5 പേർ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഇതിന് ശേഷമോ അല്ലെങ്കിൽ അതെടുത്ത് കാണാം. കാരണം നിങ്ങൾക്ക് സംഭലിൽ എന്താണ് സംഭവിച്ചതെന്നും ഇന്ത്യയിൽ ഏതൊക്കെ മോസ്കുകളുടെ താഴെയാണ് ഈ അമ്പലങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്ന പരിശോധന നടക്കുന്നത് എന്നുമൊക്കെ നമുക്ക് കാണാം. പക്ഷേ ആ വീഡിയോയിൽ പറയാതെ വിട്ടൊരു കാര്യം, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കൾപ്രിറ്റ് ആരാണെന്നുള്ളതും ആരാണ് ഇതിൽ തെറ്റുകൾ ചെയ്തത് എന്നുള്ളതും കൂടാതെ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ പറയാതെ വിട്ടു. കുറ്റവാളികൾ ആരാണെന്നുള്ളത് കേൾക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അതിനെന്താണ് പരിഹാരം എന്നുള്ളത് കൂടി നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തിയത് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന, ഞാനൊക്കെ വളരെ ആരാധനയോടെ കണ്ടിരുന്ന, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെയും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രീമസിയും ഒക്കെ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നടത്തിയ 2022 മെയ്യിൽ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ദ്രോഹകരമായ, ഇന്ത്യക്ക് തന്നെ വളരെ ഹാനികരമായിട്ടുള്ള ഒരു പരാമർശമാണ് സുപ്രീം കോടതിയിൽ നിന്ന്. ആ പരാമർശം ഉണ്ടാകുന്നതിന് കാരണം ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധനകൾ നടത്തുകയും ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനകൾ വേണമെന്നൊക്കെയുള്ള അപേക്ഷകൾ വന്നപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തി. ആ പെറ്റീഷൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ പെറ്റീഷൻ ഉടനടി ഡിസ്മിസ് ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെ കഴിയാവുന്നതിൻ്റെ കാരണം 1991 നരസിംഹറാവു പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള വ്യക്തമായ നിയമമുണ്ട്. ആ നിയമം പ്ലേസ്മെൻറ്റ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന 1991 നിയമമാണ്. 1991 അതായത് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്റ്റാണ്. ആ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ആരാധനാലയങ്ങൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമ്മൾ നിലനിർത്തണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കോടതികളിലേക്കൊക്കെ ഇതിന് മുമ്പുള്ള ചരിത്രമോ അല്ലെങ്കിൽ അതിന് താഴെ പള്ളി ഉണ്ടായിരുന്നോ അമ്പലം ഉണ്ടായിരുന്നോ എന്നുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷനുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണുമടച്ച് കൃത്യമായി ഡിസ്മിസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ആ ആക്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഈ ആക്ട് പരിശോധിക്കുമ്പോൾ ഈ ആക്ടിനെ പലപ്പോഴും നമുക്കറിയാലോ, നിയമങ്ങൾ പാർലമെൻറ്റ് സൃഷ്ടിക്കുക, ആ നിയമങ്ങളെ കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ CJI ആയിരുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന DY ചന്ദ്രചൂഡ് അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 വരെ ആ ആരാധനാലയം എങ്ങനെയായിരുന്നോ അങ്ങനെ നിലനിർത്തണമെന്ന് മാത്രമേ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിന് മുൻപ് അവിടെ അമ്പലമുണ്ടായിരുന്നോ എന്നൊക്കെ പരിശോധിക്കുന്നതിൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് അവിടെ എന്തായിരുന്നു എന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞൊരു വിധി വന്നു. ഈ വിധിയുടെ പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിലുള്ളൊരു പരാമർശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരിക്കലും നേരത്തെ 200 കൊല്ലം മുമ്പ് അവിടെ അമ്പലമായിരുന്നെങ്കിലോ 500 കൊല്ലം മുമ്പ് ചിലപ്പോൾ പള്ളി ആയിരുന്നെങ്കിലോ, ഇനി അതിലും കുറച്ചുകൂടി കുഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ജൈനരുടെയും ബുദ്ധരുടെയും ഒക്കെ നിരവധി ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണെന്ന് അറിഞ്ഞാലോ ഒക്കെ നമ്മൾ എന്താണ് തിരുത്താൻ പോകുന്നത് എന്നുള്ളത് ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യമാണ്. തിരുത്തലൊന്നും സാധ്യമല്ല. അപ്പോൾ അങ്ങനെ തിരുത്തൽ സാധ്യമല്ലാത്ത സ്ഥലത്ത് ഒരു ഫ്യൂട്ടൈലായിട്ടുള്ള, ഒരിക്കലും ആർക്കും പ്രയോജനം ചെയ്യാത്ത അത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് ഇവിടെ എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേയും അതുപോലെ തന്നെ ഗവേഷണവും ഒക്കെ നടത്തുന്നത് ഒരൊറ്റ കാര്യത്തിനെ സഹായിക്കൂ, അത് ഇന്ത്യയിൽ മതപരമായിട്ടുള്ള ഒരു സ്പർദ്ധകൾ ഉണ്ടാക്കാനും തീർത്തും ആളുകളെ തമ്മിൽ വിഭജിക്കാനുമേ സഹായിക്കൂ എന്നുള്ളത് കോമൺ സെൻസുള്ള ആർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ അങ്ങനെ പരിശോധിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമുക്കറിയില്ല. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ പാലസ്തീനിൽ മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള പലസ്തീൻ ജനതയുടെ, ഗസ ജനതയുടെയൊക്കെ
അവകാശവാദങ്ങൾ നമ്മൾ ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അത് അവരുടെ ഭൂമിയായിരുന്നു, അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പിന്നീട് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല രാജ്യങ്ങൾ തമ്മിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ചില രാജ്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ആകെ 70-100 കൊല്ലം മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പുരാതനമായിട്ട് 5-10 തലമുറകൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ തിരുത്തി അതിനുവേണ്ടി ആളുകളോട് സംഘർഷമുണ്ടാക്കിയൊക്കെ ജീവിതമൊടുക്കം വരെ സംഘർഷത്തിലും ബുദ്ധിമുട്ടിലും അതുപോലെ വർഗീയ ലഹളകളിലുമൊക്കെ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാളല്ല DY ചന്ദ്രചൂഡ്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ദുഷ്യന്ത് ദവെ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഒരു അഡ്വക്കേറ്റ്, അഭിഭാഷകൻ, അദ്ദേഹം ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നു സുപ്രീം കോടതിയിലെ, അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ ചന്ദ്രചൂഡ് എന്ന് പറയുന്നത് ആരുടെയോ കയ്യിലെ കളിപ്പാവയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയൊരു പരാമർശമാണ്. ആ പരാമർശം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 13-14 വരുന്ന ലിസ്റ്റുകളിലുള്ള മോസ്കുകളുടെ താഴെ ഈ അമ്പലമുണ്ടായിരുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരു കോടതി വിധിയോ ആ കോടതി വിധിയുടെയൊക്കെ പിൻബലത്തിൽ ഒരു സർവേകളോ കോടതിയിലേക്ക് ആർക്കോ അപ്രോച്ച് ചെയ്യാൻ പോലും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സർവേകൾ നടക്കില്ലായിരുന്നു. ഇന്ത്യ കുറേ കൂടി ശാന്തമായി മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ നിരുത്തരവാദപരമായ പരാമർശം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന അജ്മീർ ദർഗയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു ആരോപണമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിശങ്കർ ജെയിൻ എന്ന് പറയുന്ന, വിഷ്ണുശങ്കർ ജെയിൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് നേരിട്ട് BJPയുമായി ബന്ധമില്ല, അതുകൊണ്ട് BJPക്ക് ഇതിനകത്തൊന്നും ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ RSSനോ സംഘപരിവാറിനോ ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് ചില നമ്മുടെ ഇവിടുത്തെ സംഘപരിവാർ അനുകൂലികളൊക്കെ ഉന്നയിക്കുന്ന ഒരു ന്യായവാദം. അതായത് ഈ വിഷ്ണുഗുപ്ത പോലെയുള്ള, ഹരിശങ്കർ ജെയിൻ പോലെയുള്ള, വിഷ്ണുശങ്കർ ജെയിൻ പോലെയുള്ള ആളുകളൊക്കെ വരുന്നത് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞങ്ങൾ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ഈ കോടതികളിലേക്ക് ആളുകൾ പരാതിയുമായി ചെല്ലുന്നതല്ല എന്നുള്ളതാണ്. അതിനിവർ പറഞ്ഞേക്കണ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന RSSൻ്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് തന്നെ ഇനി നിങ്ങൾ മോസ്കുകൾക്കടിയിലൊന്നും ശിവലിംഗം തിരയേണ്ട എന്ന് പറയുന്നൊരു പ്രസ്താവന കൂടി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ RSSനും BJPക്കും ഒന്നും ഇതിൽ ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് വ്യക്തമായി പറയാനുള്ളത്, ഇതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് RSSൻ്റെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, അത് 1980-കൾ വരെ അല്ലെങ്കിൽ 80-കൾ വരെ ഇന്ത്യയിൽ ഈ മതത്തെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, ഇന്ദിരാഗാന്ധി RSSുമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, പലപ്പോഴും ജവഹർലാൽ നെഹ്റു പോലെയുള്ള ആളുകൾ ഈ മതപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കുകയും ഭരണത്തിലേക്ക് അതിനെ ഇടപെടാൻ ഒരു തരത്തിലും സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ മതം കലർത്താതിരിക്കാനായിട്ട് അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ 1980-കൾക്ക് ശേഷം, അദ്വാനി നടത്തിയിട്ടുള്ള രഥയാത്രകൾക്ക് ശേഷം, അല്ലെങ്കിൽ അതിനുശേഷം സംഘപരിവാറും BJPയും ഒക്കെ ഉണ്ടായിട്ടുള്ള ചില നരേറ്റീവുകളൊക്കെ തന്നെ മതപരമായ ഒരു ഉപയോഗം രാഷ്ട്രീയത്തിലേക്ക് കൂടിക്കൂടി വന്നു. ആ രാഷ്ട്രീയത്തിലേക്ക് കൂടിക്കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആ മതപരമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്തം സംഘപരിവാറിനുണ്ട്. ആ സംഘപരിവാറിൻ്റെ കൂടി പ്രശ്നം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വിഷ്ണുഗുപ്ത പോലെയുള്ള അല്ലെങ്കിൽ ജെയിൻ സഹോദരന്മാർ പോലെയുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ഈ പ്രശ്നങ്ങളുമായി കോടതിയിലേക്ക് എത്തുന്നത്. അത് വലിയ തോതിലുള്ള മതപരമായ ഭിന്നിപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇത് പറയുമ്പോൾ RSSനെ മാത്രം ഇതിൽ കുറ്റപ്പെടുത്തിയാൽ പോരാ. 1925 മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത് മുതൽ ഇത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയതകളുമെല്ലാം ഇതിനാക്കം കൂട്ടിയിട്ടുണ്ടെന്നും, അത്തരത്തിലുള്ള ഒരു വർഗീയതകളില്ലാതെ ഒരു കാരണവശാലും RSSനും സംഘപരിവാറിനും ഈ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയില്ലായിരുന്നു എന്നും, യഥാർത്ഥത്തിൽ ഒരു മതേതര ചേരി ഇപ്പത്ത് സ്ട്രോങ് ആയി ഉണ്ടായിരുന്നെങ്കിൽ RSSനോ സംഘപരിവാറിനോ ഇത്തരത്തിൽ വളരാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതുമാണ് വാസ്തവം. പലപ്പോഴും കോൺഗ്രസ് പോലും ഒരു മൃദുഹിന്ദുത്വ സമീപനങ്ങളിലേക്കും ബാബറി മസ്ജിദ് ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന സമീപനങ്ങളിലേക്കും ഒക്കെ പോയത് നിങ്ങൾക്കറിയാം. അതെല്ലാം തന്നെ അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വലിയ മിസ്റ്റേക്കുകൾക്കാണ്. അതുകൂടിയാണ് BJPയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും ഇവിടെ വളർത്തിയത്. ഇത് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനമായി കേരളീയർക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ പോലും
രാഷ്ട്രീയവും അവനവൻ്റെ അനുദിനമുള്ള പ്രശ്നങ്ങളും വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതുപോലെ അവൻ്റെ നെല്ലിന് വില കിട്ടാത്തതുമടക്കം നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മളുടെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നതിനേക്കാൾ കൂടുതൽ ശബരിമലയും തൃശ്ശൂർ പൂരവും പലപ്പോഴും ആനയുടെ എഴുന്നള്ളിപ്പുമെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നത് മതപരമായിട്ടുള്ള ഒരു ചിന്തകളും പ്രസക്തിയും നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് കൂടി കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നാളെ ഒരു സമ്പൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ കേരളത്തിൽ പൊന്തി വന്നേക്കാം എന്ന് ഞാൻ ഭയക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിൽ പൊന്തി വന്നേക്കാവുന്നതിനെ തകർത്ത് കളയാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്. അത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി കൃത്യമായി നിർവചിച്ചിരുന്നുവെങ്കിൽ ഒരു കോടതിയിലേക്കും ഇത്തരത്തിലുള്ള പ്ലേയുമായി ഇനി ആരും വരണ്ട. ഒരു പള്ളിക്ക് താഴെയും അമ്പലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വരണ്ട. ചരിത്രപരമായിട്ടുള്ള ഒരു തെറ്റുകളും നമുക്ക് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തിരുത്താൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ 70 കൊല്ലത്തെ ജീവിതത്തിൽ അതിന് മാത്രമേ സമയമുണ്ടാകൂ. അതുകൊണ്ട് അത് മഹാ അബദ്ധമാണ്, എന്തൊരു അസംബന്ധമാണ് എന്ന് നമ്മൾ പറയേണ്ടതിന് പകരം ഇത്തരത്തിലുള്ളൊരു നിലപാട് DY ചന്ദ്രചൂഡ് എടുത്തതാണ്. ഇനി ഇപ്പോൾ സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന, ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം ഇതിനെ വീണ്ടും അവർ രണ്ടാമതൊരിക്കൽ കൂടി നിർവചിക്കുക എന്നുള്ളതാണ് ഈ ആക്ടിനെ. ആ ആക്ടിൻ്റെ പേരിൽ ഇങ്ങനെ നിർവചിക്കുകയും ഇത്തരത്തിലുള്ള, അതായത് പള്ളികൾക്ക് താഴെ അമ്പലങ്ങളോ അമ്പലങ്ങൾക്ക് താഴെ ഇനി പള്ളികളോ ഉണ്ടായിരുന്നുവെന്നോ, അല്ലെങ്കിൽ പള്ളികൾ തകർത്തുകൊണ്ടാണ് അമ്പലങ്ങൾ പണിതതെന്നോ അമ്പലങ്ങൾ തകർത്തുകൊണ്ടാണ് പള്ളികൾ പണിതതെന്നോ ചരിത്രപരമായ മിസ്റ്റേക്കുകളുടെ അവശിഷ്ടം തേടി ആരും തന്നെ കോടതികളിലേക്ക് വരേണ്ട. ഒരു കോടതിയും ഇത്തരത്തിലുള്ളൊരു പ്ലേയും എൻ്റർടൈൻ ചെയ്യില്ല എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിർവചനം ഈ 1991 ആക്ടിന് കൃത്യമായി നമ്മുടെ കോടതികൾ നൽകിയേ പറ്റൂ. അതാണ് ഒരു പരിഹാരം. ഇനി അത് സാധ്യമാകുന്നില്ലെങ്കിൽ വിദൂരമായ ഒരു സാധ്യത കൂടിയുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് പാർലമെൻറ്റിൽ അത്തരത്തിലൊരു നിയമം പാസ്സാക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടി കൃത്യവും വ്യക്തതയോടും കൂടി ഈ നിയമം പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പരിഷ്കരിച്ചില്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ശിഥിലമാക്കാൻ പോകുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും ഇത് എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ എത്രമാത്രം നിരർത്ഥകമാണ് ഈ വാദങ്ങളെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ അമ്പലമുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് പള്ളി പണിതതെന്ന് പറഞ്ഞാൽ ഒരു 10000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ എന്തായിരുന്നു എന്ന് ആലോചിച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യങ്ങൾ ആലോചിച്ചാൽ അതൊന്നും നമുക്ക് ചെയ്തു കൊടുക്കൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും യുദ്ധത്തിൽ നമ്മളെടുക്കുന്ന നിലപാട് അതാണ്. കാരണം ഹമാസിൻ്റെ അവകാശവാദങ്ങളോ പാലസ്തീൻ ജനതയോട് തെറ്റുകളോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ പരിഹാരം എന്ന് പറയുന്ന ഒരു 2 സ്റ്റേറ്റ് നേഷനാണ്. അത്തരത്തിലൊരു നേഷൻ കൊണ്ട് മാത്രമേ ഒരു പരിഹാരം സാധ്യമാകൂ. അതല്ലാതെ ഇസ്രായേലിലെ ജനങ്ങളെ മുഴുവൻ കടലിൽ കളഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രദേശം, ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെയോ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തെയോ ജനങ്ങളില്ലാതാക്കിക്കൊണ്ടോ ഒരു പ്രശ്നപരിഹാരം അസാധ്യമാണെന്നും ചരിത്രം തെരഞ്ഞു പോകേണ്ടതില്ലെന്നും ആ ചരിത്രത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ഇപ്പം ജീവിച്ചിരിക്കുന്നവരുമായി യാതൊരു ബന്ധവുമില്ലെന്നും അവർ കുറ്റവാളികളല്ലെന്നും നമ്മുടെ ഇന്ത്യൻ ജനത മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളോ സുപ്രീം കോടതിയോ അടിയന്തിരമായി ഈ കാര്യത്തിൽ ഇടപെടുകയും നടപടികൾ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഇത് ഭാവിയിൽ എല്ലാ സംസ്ഥാനങ്ങളെയും പിടിമുറുക്കാൻ പോകുന്ന വലിയ സ്ഫോടനാത്മകമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, ഒരു സാഹചര്യമായിരിക്കും ഇന്ത്യയിൽ നിലവിൽ വരിക.